എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാനിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര കുരുട്ടിച്ചേട് ശല്യമാണ് കേട്ടോ. എന്താ ചെയ്യാന്ന് അറിയത്തില്ല, എന്തൊക്കെ സ്പ്രേ ചെയ്തിട്ട് പോകുന്നില്ല. എന്തെങ്കിലും ഒരു റെമഡി നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ബിരിയാണിക്ക് ഞാൻ ബീഫാണ് കിട്ടിയത്. അപ്പോൾ ബീഫ് കൊണ്ട് ഒരു കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഞാനിവിടെ ബീഫ് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പില്ല ഇത് വേവൂലേ. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ബീഫ് 1-2 വിസിലിട്ട് വേവിച്ച് വെക്കും. ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതാണ്. ഞാനൊരു 5 സവോള തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് വേണം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 20 ഗ്രാം ഈച്ച് എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വേണം, ഒരു 3 ടൊമാറ്റോ, വലിയ ടൊമാറ്റോയാണ്, അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ട. പിന്നെ ഗരം മസാലയും. ഓക്കെ, അപ്പം ആസ് യൂഷ്വൽ എൻ്റെ സ്ഥിരം പാനാണിത്. അതിൻ്റെ കുറേ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയതുകൊണ്ട് 1 കിലോ ബിരിയാണി വെക്കാനായിട്ട് ഇത് കറക്റ്റാണ്. ഞാൻ രണ്ടാമത് വാങ്ങിച്ച പോട്ടും വലുതായിപ്പോയി. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിമർശിക്കുന്നവർക്ക് സോറി കേട്ടോ, ഞാൻ ഇതേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഏകദേശം 1 കപ്പ് സൺഫ്ലവർ ഓയിലുണ്ട്. നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ആദ്യം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. കുറച്ച് സവോള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് കോരി എടുക്കണേ. അത് ഒന്നും കൂടെ ഇരുന്ന് മൂത്തോളും, എന്നാലേ കറക്റ്റ് ഗോൾഡൻ കളർ. ഞാൻ കുറച്ചാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലേശം കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഒരു ചെറിയ ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം. ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു 20 ഗ്രാം ഈച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും കിടക്കണം. ടൊമാറ്റോ സോഫ്റ്റ് ആവണം, ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ടേസ്റ്റും പച്ചമണം മാറണം. അപ്പോൾ എല്ലാം കൂടി ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങ് നല്ല എന്താ പറയുക പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിന് 1-2 സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ബോൺലെസ് ആണ് ഞാൻ ബീഫ് കൂടുതൽ വാങ്ങുന്നത്. ബോണും കൂടി ചേർത്തിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്. ഇത് 1 ടേബിൾ സ്പൂൺ കസ്കസ്, ഒരു 3-4 പീസ് കാഷ്നട്ടും കൂടെ ചേർത്ത് അരച്ചെടുത്താണ് കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഇടാനുണ്ട്, ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തോട്ടെ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഒരു മസാലപ്പൊടികളും ഇടുന്നില്ല ഇതിൽ. ഗരം മസാല മാത്രമേ ഇടാറുള്ളൂ. ഒരുപാട് പേരുടെ സംശയമാണ് ഇത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിരിയാണിക്ക് അത് മാത്രമാണ് ടേസ്റ്റ്. നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കൊള്ളാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഞാനിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, തൈര് കറക്റ്റാണ്, ഉപ്പ് കറക്റ്റ്. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഞാനിവിടെ ഏകദേശം 15 ഗ്രാം ഈച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ച സവോളയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ഇടാനായിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഞാൻ ചോറുണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണി വെക്കൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. പഴയ വീഡിയോസ് ഒത്തിരി ഉണ്ട്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ.
അപ്പോൾ ഇത് ഉമ്മി അബ്ദുള്ളയുടെ ബിരിയാണിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ എസ്പെഷ്യലി പ്രത്യേകിച്ച് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്കസ് അരച്ച് ചേർക്കും, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കുന്ന വീഡിയോ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിത് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാനിതുപോലെയാണ് ദം ചെയ്യുന്നത്. ആദ്യം വെച്ച് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഒണിയൻ വറുത്തതുണ്ടല്ലോ, ഞാനത് താഴെയാണ് ഇടുന്നത് കുറച്ച്. നമുക്ക് കുറേശ്ശെ ചോറ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ വീണ്ടും നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ഓണിയൻ ഫ്രൈ ചെയ്തതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുത്ത് നമുക്കൊരു 10 to 20 മിനിറ്റ്സ്, ആദ്യം 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും പിന്നെ 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നത്. തുറക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. ബിരിയാണിയുടെ അരി ഇങ്ങനെ വിടർന്ന് വരണം, ചോറ് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല വിടർന്ന് വരുന്നതാണ് ദമ്മായിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗത്തുള്ള റൈസ് മാത്രം കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സാധാരണ കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അടിയിലുള്ള കായം അവർ സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ എല്ലാ റൈസും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെയുള്ള മസാല ഞാൻ കാണിച്ചു തരാൻ, കണ്ടില്ലേ, അടിപൊളിയാണ്. ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കാം കേട്ടോ. ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ ആദ്യം കഴിക്കാൻ വിചാരിച്ചു. സൂപ്പർ ബിരിയാണിയാണ്. ഇതിൻ്റെ മസാലയാണ് പൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ചട്നിയും വേണം, സലാഡും വേണം, പപ്പടവും വേണം, എന്നാൽ കംപ്ലീറ്റ് ആവുള്ളൂ. അടിപൊളി ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.